എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇന്ന് മീൻ ബിരിയാണി ചെയ്യുന്നത് നെയ്മീൻ വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇത്. ബസ്മതി അരിയിലും ചെയ്യാം, കൈമ അരിയിലും ചെയ്യാം. ഏതിൽ ചെയ്താലും നല്ല ടേസ്റ്റായിട്ട് തന്നെ വരും. എന്നാലും കൈമ അരിയിൽ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് പല ടൈപ്പിലുള്ള ബിരിയാണികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നെയ്മീൻ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ നെയ്മീനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലാദ്യം തന്നെ കുറച്ച് മസാല പുരട്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഈ ബിരിയാണിയിലേക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. 1 കിലോ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. വലിയ പീസുകളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ആദ്യം തന്നെ ഇത് മസാല പുരട്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി അഥവാ പിരിയം മുളക് പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. ഒരുപാട് എരിവ് കാണില്ല, പക്ഷെ നല്ലൊരു കളറായിരിക്കും. 3 ടീസ്പൂണാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ആദ്യം മസാല തയ്യാറാക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം മീൻ ചേർക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് കിട്ടും. പിന്നെ ഇതിൽ നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, മീൻ പൊടിഞ്ഞു പോയില്ല. കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലൊരു പേസ്റ്റ് പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കൈവശം മിക്സ് ചെയ്യുക. പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മീനായതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി എടുത്തിരിക്കുന്നത്. മുളക് പൊടി ഇല്ലാതെ നിങ്ങൾക്ക് മസാല ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഓരോ കഷ്ണങ്ങൾ എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു 3 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വളരെ കുറച്ച് എണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 തവണകളാക്കി ആണ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. നെയ്മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നൊരു മീനായതുകൊണ്ട് കോൺഫ്ലോർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് അതിൽ മസാല കോട്ട് ചെയ്ത് ഇരിക്കും. അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നാൽ ഒരുപാടങ്ങ് കരിച്ചെടുക്കരുത്. ഇതുപോലെ നമ്മളിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ളത്. ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചിട്ട് എടുക്കുക. ഒരുപാടങ്ങ് അരയ്ക്കണ്ട, ഇതുപോലെ ഒന്ന് ചതച്ച് എടുക്കുക. ഇനി ഇതിലേക്കൊരു 3 വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 2 തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്കിതിലേക്ക് മല്ലിയില, പുതിനയില വേണം. മല്ലിയിലയുടെ പകുതി മതി പുതിനയില. ഇനി നമ്മൾ ആ മീൻ വറുത്ത പാനിൽ തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉള്ളി ഒക്കെ വഴറ്റിയിട്ട് മസാലയാക്കി എടുക്കാം. എണ്ണ വീണ്ടും ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചേർത്ത് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പച്ചമണം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. നമ്മൾ ഉള്ളി വഴറ്റിയിട്ട് ഇത് ചേർക്കുമ്പോൾ പച്ചമണം മാറാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. പച്ചമണം മാറിയില്ലെങ്കിൽ മസാലയ്ക്ക് ടേസ്റ്റും ഉണ്ടാവില്ല. ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുവന്ന സവാളയാണ്. അപ്പോൾ വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു ബ്രൗൺ കളറിൽ ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടെ ചേർത്തു. ഇനി ഇതിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ മസാല ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബിരിയാണി മസാല പൗഡറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ബിരിയാണി മസാല മാത്രമാണ് നമ്മളിതിൽ ചേർക്കുന്നത്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നമ്മുടെ ഉള്ളിയും അതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുതിനയില പകുതി, അതുപോലെ മല്ലിയിലയിൽ പകുതി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു പിടിയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഒരുപാട് വേണ്ട. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ബിരിയാണി മസാല പൗഡറാണ്. നല്ലൊരു വലിയൊരു ടീസ്പൂൺ മസാല നമ്മളിതിലേക്ക് ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അവസാനം ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്താൽ മതി. ആദ്യമേ നമ്മൾ ഒത്തിരി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയുടെ കുത്തൽ വരാനുള്ള സാധ്യതയുണ്ട്.
അപ്പം നമ്മൾ മസാലയൊക്കെ നോക്കി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഒരു വലിയൊരു ടീസ്പൂൺ കുമിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനൊന്ന് നിരത്തി കൊടുക്കുക. ഈ മസാലയൊക്കെ മീനിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് കോട്ടാക്കി എടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ഈ മസാലയും മീനും കൂടെ നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് കൈമ അരി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ നേരം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക. അരി നന്നായിട്ട് തന്നെ കഴുകുക, ഒരു 4-5 വെള്ളത്തിൽ കഴുകിയെടുക്കുക. ഇനി ഒരു പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. നമ്മൾ ഇതിന് മുൻപ് ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ നെയ്ച്ചോറാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാനും എടുക്കുന്നത്. നെയ്യുടെ ഒപ്പം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കുക. ഇനി ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉള്ളിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാളയും കൂടി വളരെ കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴായാലും സവാള വറക്കുമ്പോൾ ഒരുപാടങ്ങ് കരിച്ച് കളയരുത്. കരിച്ച് കഴിഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അതുപോലെ തന്നെ സവാള വറക്കാനെടുക്കുമ്പോൾ വെള്ള ഉള്ളി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നോർമൽ സവാള അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ആദ്യം എടുത്ത പോലത്തെ ചുവന്ന സവാള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കളറ് ഒരുപാടങ്ങ് ബ്രൗൺ ആയിട്ട് ഇരിക്കും. അപ്പോൾ വെള്ള ഉള്ളി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. ഈ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ പാത്രത്തിൽ ഇരുന്നും കൂടി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകും. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ വഴറ്റി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒരുപാട് കൂടാനും പാടില്ല നെയ്ച്ചോറൊക്കെ തയ്യാറാക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ഒരു പകുതി, ചെറിയ ഒരു സവാളയുടെ പകുതിയാണ് നീളത്തിലരിഞ്ഞത്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ ഓയിലുമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്കൊരു 4 ഗ്രാമ്പു, 1 കഷ്ണം കറുവപ്പട്ട, 1 തക്കോലം, 4 ഏലക്ക, 1 ബേ ലീഫ്, ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റാണ്. ചെറിയൊരു ക്യാരറ്റ് വളരെ കനം കുറച്ച് നീളത്തിലരിഞ്ഞതാണ്. അതും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. ക്യാരറ്റ് ചേർക്കുന്നത് ഓപ്ഷണലാണ്, ഇടയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ 5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 3 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് അരി വേവുമ്പോൾ കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പനിനീരാണ് ചേർക്കുന്നത്, അതായത് റോസ് വാട്ടർ. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട്. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ഇത് നല്ലതായിട്ട് വെട്ടി തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർക്കാം. അരി കുതിർത്തിട്ട് നമ്മൾ ഒരിക്കലും ഊറ്റി വെക്കരുത്. ഊറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അരി പൊടിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടാൻ നേരത്ത് മാത്രം അരിയുടെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അരി ഇതിലേക്ക് ചേർക്കുക. അരി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരിയും വെള്ളവും കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കണം. അപ്പോൾ അരിയും വെള്ളം കൂടെ നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ കുറച്ച് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് അരിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് ഇരിക്കും. അരി വെട്ടിത്തിളച്ച് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇത് നമ്മൾ വേവിക്കാനായിട്ട്. നമ്മളൊരു പകുതി ഫ്ലെയിമായിട്ട് കുറച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ
നെയ്ച്ചോറ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നന്നായിട്ട് ഇരിക്കും. എപ്പോഴും നമ്മൾ ബിരിയാണി ദം ചെയ്യുമ്പോൾ നെയ്ച്ചോറും അതുപോലെ തന്നെ മസാലയും നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം ദം ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഫ്ലേവറൊക്കെ നന്നായിട്ട് റൈസിലേക്ക് വരുന്നത്. നമ്മൾ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ചേർക്കാണ്. നമ്മൾ ലെയർ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമല്ലോ ഓരോന്നായിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ഈസിയാണ്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഓരോ ലെയർ എടുത്തിട്ട് പാലും അതുപോലെ തന്നെ ഗരം മസാല നെയ്യ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിത് ദം ചെയ്ത് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. അപ്പോൾ ദം ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റീലിൻ്റെ അടികട്ടിയുള്ള പാത്രമാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിന് താഴെ മീനിൻ്റെ മസാല വെച്ച് കൊടുക്കാം. മീൻ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് പൊടിയാതെ തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മീനിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് നമ്മൾ ചൂടോട് കൂടിയിട്ടുള്ള നെയ്ച്ചോറ് വെക്കാം. നെയ്ച്ചോറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മുഴുവനുള്ള ഗരം മസാലയൊക്കെ കാണുമ്പം ഒന്ന് പെറുക്കി ഒന്ന് മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചോറും കൂടെ ലെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ഫ്രൈഡ് ഓണിയൻ അതെല്ലാം ഇട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ മിക്സിൽ നിന്ന് ഓരോ സ്പൂൺ എടുത്ത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇടയ്ക്കൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലെയറുകളായിട്ടാണ് അരിയും മസാലയും ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരു ലെയറും കൂടെ നമ്മൾ മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്ത് എടുക്കാം. മുഴുവനും നമ്മൾ ഇതുപോലെ ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മളൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കാം. ദം ചെയ്തെടുക്കാനായിട്ട് ഈ പാത്രം ഒരു ദോശത്തവയുടെ മുകളിൽ എടുത്ത് വെച്ച് ഒരു 25 മിനിറ്റ് ചെറുതീയിലിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവനിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ അരമണിക്കൂർ ഒന്ന് ദം ചെയ്തെടുത്താലും മതി. അപ്പം മുകളിലൊന്നും താഴെ നിന്നും നന്നായിട്ട് ഹീറ്റ് ഇട്ടിട്ട് നന്നായിട്ടിത് ദമ്മായി കിട്ടും. അടുപ്പിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മുകളിൽ കനൽ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ അരമണിക്കൂർ ബിരിയാണി ദം ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ മുകളിലുള്ള ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചോറ് ആദ്യം തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മസാല വേറൊരു പാത്രത്തിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തവി ഇട്ടപ്പോഴും അതിനകത്ത് എടുക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഈ ചോറ് നല്ലൊരു മയമുള്ള നല്ല മണമുള്ളൊരു റൈസാണ്. മീനിൻ്റെ മണമൊക്കെ നന്നായിട്ട് അതിലേക്ക് വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണ്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു പാത്രം എടുത്തിട്ട് ആദ്യം മീനിൻ്റെ കഷ്ണം വെച്ചു, പിന്നെ അതിന് മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. പല രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്മീൻ വെച്ചിട്ടുള്ള ബിരിയാണിയാണ് നമ്മളിന്ന് കണ്ടത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്